താങ്കളിലേക്ക് വരാൻ അല്പം വൈകിയിട്ടുണ്ട്, ക്ഷമിക്കുക. ഇവിടെ രാഷ്ട്രീയം ഒരു ഭാഗത്തുണ്ട്. കാരണം രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ടാണ് ഈ ഗതാഗത മന്ത്രിമാർ അല്ലെങ്കിൽ മുൻ മന്ത്രിയും ഇപ്പോഴത്തെ മന്ത്രിയും തമ്മിലുള്ള പോര് എന്നത് തർക്കമില്ല. പക്ഷേ ആ പോരിലെല്ലാം വലയുന്നത് KSRTC ആണ്, അതിൽ ജീവനക്കാരാണ്, അതിനെ ആശ്രയിക്കുന്ന ജനങ്ങളാണ്. താങ്കളുടെ നിഗമനത്തിൽ ഇപ്പോൾ ഈ പുതിയ മന്ത്രി ചുമതലയേൽക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ്? അദ്ദേഹം ശ്രമിക്കാം എന്ന് പറയുന്നുണ്ട് KSRTCയെ ഒരു മാറ്റത്തിന്റെ പാതയിലൂടെ ഓടിക്കാൻ. അത് സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ ജെയിംസ് വടക്കൻ? അഭിലാഷേ, ഞാനൊരു കാര്യം പറയട്ടെ. ഇതുവരെ നമ്മൾ കേട്ടത് മുഴുവൻ രാഷ്ട്രീയമാണ്. എനിക്ക് രാഷ്ട്രീയം പറയാനുള്ള താല്പര്യം. ഞാൻ കഴിഞ്ഞ 15 വർഷം പ്രതിദിനം 200 കിലോമീറ്റർ 100 കിലോമീറ്റർ അങ്ങോട്ടും 100 കിലോമീറ്റർ ഇങ്ങോട്ടും KSRTC ബസ്സിൽ യാത്ര ചെയ്ത് ജോലി ചെയ്ത ഒരു ബാങ്കറാണ്. അപ്പൊ എനിക്ക് KSRTCയിലെ ജീവനക്കാരെ കൃത്യമായിട്ട് അറിയാം. ഇന്ന കാലത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലെടുക്കുന്ന ഒരു വിഭാഗം ജീവനക്കാര് KSRTCയിലെ ജീവനക്കാരാണ്. എന്നെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യം, ഈ 2023 ജനുവരി മാസം 21-ാം തീയതി ഈ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് തൊഴിലാളികൾ കൊടുത്തൊരു കേസിനകത്ത് ഹൈക്കോടതിയിലെ ശക്തനായ ഒരു ജഡ്ജി എന്ന് നമുക്ക് അറിയാവുന്ന ദേവൻ രാമേന്ദ്രൻ ശക്തമായ നിലപാടെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ അങ്ങനെ അഞ്ഞായിഞ്ഞാ പറയരുത്, നിങ്ങൾ കൃത്യമായ സാമ്പത്തിക സ്ഥിതി KSRTCയെ പറയാൻ പറഞ്ഞപ്പോ അവർ 28 പേജുള്ള ഒരു അഫിഡവിറ്റ് സത്യവാങ്മൂലം ഹൈക്കോടതി ഫയൽ ചെയ്തു. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച 3 KSRTC ബന്ധപ്പെട്ടവരും അതെടുത്തൊന്ന് വായിക്കണം. എന്നെ ഏറെ വേദനിപ്പിച്ചത് അവര് പറയുന്നത് എല്ലാം കൊടുത്ത ശേഷം, ഒരു മാസം കിട്ടുന്ന വരുമാനം എല്ലാം കൊടുത്ത ശേഷം മിച്ചം 35 കോടിയുണ്ട്. ആ 35 കോടി കൊണ്ട് ഞങ്ങൾ പകുതി ശമ്പളം കൊടുക്കാം, പിന്നെ സർക്കാർ 35 തന്നാൽ അടുത്ത ശമ്പളം കൊടുക്കാം എന്ന് പറഞ്ഞാല്, ഒരു തൊഴിലാളി സർവാധിപത്യ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് തൊഴിലാളിയുടെ ശമ്പളത്തിനാണോ ഏറ്റവും ലീസ്റ്റ് പ്രിഫറൻസ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1988 തുടങ്ങി 35 വർഷമായിട്ട് KSRTC പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 4ഓളം പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ അസോസിയേഷൻ ഓഫ് എസ്റ്റിയൂസും RTC ആക്ടും പ്രകാരം അതിനകത്തെ ശമ്പളം, അതിനകത്ത് വരവ് ചെലവ് കണക്കെഴുതാൻ ഫോർമാറ്റ് തന്നെ ആ നിയമത്തിലുണ്ട്. അതിലെ ഒന്നാമത്തെ എക്സ്പെൻഡിച്ചർ ഹെഡ് എന്ന് പറഞ്ഞ സാലറിയാണ്. എന്ന് പറഞ്ഞാൽ ശമ്പളം കൊടുത്ത ശേഷം മാത്രമേ ബാക്കി എല്ലാത്തിനും വകതിരിക്കാമെന്ന് പറയുന്നത്. അപ്പൊ ശമ്പളത്തിന് ലാസ്റ്റ് പ്രിഫറൻസ് കൊടുത്ത ഒരു വേദനാജനകമായ അവസ്ഥകളെയാണ് ഈ കടന്നു പോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം ജെയിംസ് വടക്കൻ? താങ്കൾ തന്നെ പറഞ്ഞല്ലോ, തൊഴിലാളികൾക്ക് പരിഗണന നൽകുന്ന ഒരു സർക്കാർ ഇരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്ന്. അത് ഞാൻ ഇതിലേക്ക് വരികയാണ്. ഇപ്പത്തെ കണക്കനുസരിച്ച് 25,969 ജീവനക്കാരും 41,333 പെൻഷൻകാരും അടക്കം 67,302 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമാണ് KSRTC. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം ഏതാണ്ട് 21 ലക്ഷം യാത്രക്കാർ പ്രതിദിനം KSRTC യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളുടെ കാര്യം മനസ്സിലാക്കണം. ഈ ശമ്പളം കൊടുക്കാതെ അവന്റെ വീട്ടിലെ പ്രാരാബ്ധമായിട്ട് ഈ വണ്ടി ഓടിക്കുന്ന ജീവനക്കാരന്റെ ഡ്രൈവറിന്റെ കണ്ണെന്ന് തെറ്റിയാല് മരിക്കുന്ന എത്ര പേരായിരിക്കും? അപ്പൊ അതിനകത്തൊരു വലിയ സാമൂഹിക എന്നാ പറയുന്ന ഒരു വലിയ ക്രൈം ഉണ്ട് അതിനകത്ത്, ശമ്പളം കൊടുക്കാത്തതിനകത്ത്. അതുകൊണ്ടാണ് ഞാനിത് പഠിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നമ്മുടെ കാര്യം മനസ്സിലാക്കണം. ഇതുവരെ ആരും പറയാത്തൊരു കാര്യമുണ്ട്. KSRTCയിലെ ഒരു ദിവസത്തെ ശരാശരി വരുമാനം 1 കിലോമീറ്റർ ഓടിയാൽ കിട്ടുന്ന 52 രൂപ 81 പൈസ. നിങ്ങൾ 53 രൂപ എന്ന് പറഞ്ഞു. KSRTC ഒരു ദിവസത്തെ ചെലവ്, 1 കിലോമീറ്റർ ഓടിക്കാനുള്ള ചെലവ് എന്ന് പറയുന്നത് 74 രൂപയാണ്. ഈ 74 രൂപ എങ്ങനെയാണ് ചെലവാകുന്ന പഠിക്കുമ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാ ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ നേതാക്കന്മാരും ഉത്തരം മുട്ടും. കാരണം അതിനകത്ത് 16 രൂപ 31 പൈസ 1 കിലോമീറ്ററിന് പെൻഷൻ ചെലവുണ്ട്. പെൻഷൻ ചെലവ് എന്ന് പറയുന്നത് യാത്രക്കാരോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരാളോ വഹിക്കേണ്ട കാര്യമല്ല. നമ്മളെ മറിയക്കുട്ടി കേസിനകത്ത് കേട്ടായിരുന്നല്ലോ, പെൻഷൻ ഒരു സ്റ്റാച്യൂട്ടറി ലയബിലിറ്റി അല്ല എന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും KSRTC സ്ഥാപനങ്ങളിൽ പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ പെൻഷൻ ലയബിലിറ്റി ഇവിടുത്തെ സ്റ്റാച്യൂട്ട് ലയബിലിറ്റി അല്ല. അങ്ങനെ 16 രൂപ 31 പൈസ സർക്കാർ വന്നിട്ട് KSRTC കൊടുത്തതാണ്. അപ്പൊ ആ 16 രൂപ 31 പൈസ ചിലവ് ആര് സഹിക്കണം? സർക്കാർ സഹിക്കണം. ഇനി അടുത്തത്, കാലാകാലങ്ങളിലെ ഭരണം നടത്തിയവര് ഭരിച്ചു മുടിച്ചപ്പം എടുത്ത വായ്പയാണ് 3,100 കോടി രൂപ. അതിനിപ്പം ഓരോ കിലോമീറ്ററിനും 6 രൂപ 93 പൈസ പലിശയും തിരിച്ചറിവ് അടച്ചുകൊണ്ടിരിക്കുക. ഫലത്തിൽ 1 കിലോമീറ്ററിൽ 23 രൂപ 24 പൈസ ഈ യാത്രക്കാരുടെയോ ജീവനക്കാരുടേതോ അല്ലാത്തതിന്റെ പേരിൽ ചെലവായിക്കൊണ്ടിരിക്കുക. സത്യത്തില് KSRTC 1 കിലോമീറ്റർ വണ്ടി ഓടിക്കാൻ ചെലവാകുന്ന 50 രൂപ 89 പൈസയാണ്. ഞാൻ തെളിയിച്ചു തരാം. 52 രൂപ 81 പൈസ വരുമാനമുള്ളിടത്ത് 50 രൂപ 89 പൈസ ചെലവാകുമ്പോൾ 1 രൂപ 92 പൈസ ഇന്നോടുന്ന ഓരോ KSRTCക്ക് ലാഭമാണ്. എന്ന് പറഞ്ഞാല് ഈ പെൻഷന്റെയും ഈ പലിശയുടെയും ബാധ്യത സർക്കാർ അങ്ങ് വഹിച്ചാൽ പോരെ? ഇനി അതവിടെ നിൽക്കട്ടെ. അത് വലിയൊരു മാനേജ്മെന്റ് തന്ത്രമാണെന്ന് കൂട്ടിക്കോ. ഈ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതായത് സർക്കാർ 30 കോടി തന്നാൽ ഞങ്ങൾ ശമ്പളം കൊടുക്കാവുന്ന.
എനിക്ക് മനസ്സിലാകാത്തത് 4 ലക്ഷം കോടി രൂപയുടെ കടമുള്ള ഒരു സംസ്ഥാന സർക്കാരിന് 5-ാം തീയതിയോ 10-ാം തീയതിയോ KSRTC കൊടുക്കുന്ന 30 കോടി രൂപ 1-ാം തീയതി രാവിലെ കൊടുത്താല് ഈ KSRTCയുടെ പേരിൽ കഴിഞ്ഞ ഒരു വർഷം ഉണ്ടായ ശമ്പളം കുടിശ്ശിയാക്കുന്ന അപമാനം നിർത്താൻ പറ്റിയല്ലായിരുന്നോ? എനിക്ക് തോന്നുന്നത് ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയോ ഈവൻ മുഖ്യമന്ത്രി പോലുമോ ഈ വിഷയത്തിൽ സീരിയസ് ആയ പഠനം നടത്തിയിട്ടില്ല. LDF നേതാവ് നടത്തിയിട്ടില്ല. കൃത്യമായിട്ട് അവർ പറഞ്ഞല്ലോ, ഹൈക്കോടതി അഫിഡവിറ്റ് ഞങ്ങളുടെ 35 കോടി അല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഈ ട്രേഡ് യൂണിയൻ നേതാവ് ഇപ്പോൾ അന്തരിച്ചു പോയി അദ്ദേഹം, ഈ ആനത്തലവട്ടം ആനന്ദനെ പോലെയൊക്കെയുള്ള നേതാക്കൾക്ക് പാർട്ടിയുമായും സർക്കാരുമായും ഒക്കെ എത്രയോ സ്വാധീനമുണ്ടായിരുന്നു. നമുക്ക് മറ്റ് ട്രേഡ് യൂണിയനുകളൊക്കെ മാറ്റിവെക്കാം. അപ്പോൾ പോലും താങ്കൾ ഈ പറഞ്ഞ കണക്ക്, എനിക്കതിനെ സാങ്കേതികമായി ശരിയെന്നൊന്നും പറയാനുള്ള അറിവില്ല, പക്ഷെ അങ്ങനെയൊന്നാണ് എങ്കിൽ താങ്കൾ ഈ പറയുന്നത് പോലെ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്ന് പറയാൻ സാധിക്കുമോ ശ്രീ ജെയിംസ് വടക്കൻ? സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 30 കോടി രൂപ ഒരു മാസം 1-ാം തീയതി കൊടുത്താൽ ഈ KSRTCയുടെ നിലവിലെ ശമ്പള കുടിശ്ശിക ഇല്ലാതെ, ഇൻസ്റ്റാൾമെന്റ് ശമ്പളം ഇല്ലാതെ 1-ാം തന്നെ കൊടുക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആള് തന്നെ ബിജു പ്രഭാകറാണല്ലോ. അദ്ദേഹം സമ്മതിക്കുമല്ലോ. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ അജയകുമാർ. ഈ ജെയിംസ് വടക്കൻ